നിമിഷപ്രിയയുടെ മോചനത്തിൽ എതിർപ്പ് തുടരുകയാണ് തലാലിന്റെ കുടുംബം എന്ന ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയുണ്ട്. നീതി നടപ്പാക്കുമെന്നും ഒത്തുതീർപ്പ് നീക്കങ്ങൾ അംഗീകരിക്കില്ലെന്നും സഹോദരൻ ഫേസ്ബുക്കിൽ കുറിക്കുന്നുണ്ട്. നിമിഷപ്രിയ വിഷയത്തിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ന് വന്നൊരു ന്യൂസ് ആയത്. ഇന്നലെ ഒരു ന്യൂസ് വന്നിരുന്നു. നിമിഷപ്രിയ ടോമി തോമസ് എന്ന ആളുടെ വധശിക്ഷ 2025 ജൂലൈ മാസം 16 തീയതി നടപ്പിലാക്കാൻ തീരുമാനിച്ചതായിരുന്നു. പക്ഷേ താൽക്കാലികമായിട്ട് ആ വിധി മരവിപ്പിച്ചിരിക്കുന്നു. ഇനിയൊരു അറിയിപ്പ് ഉണ്ടായിരിക്കുന്നത് വരെ ആ ശിക്ഷ നടപ്പിലാക്കൂല എന്ന് പറഞ്ഞിട്ടുള്ള യമന്റെ പബ്ലിക് പ്രോസിക്യൂഷറുടെ വിധിയുടെ പകർപ്പാണിത്. എന്തായാലും അതോടനുബന്ധിച്ച് ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. ദൈവം കൊടുത്ത ആയുസ് തീരാതെ ഒരാൾക്കും ഒരാളുടെയും ജീവനെടുക്കാൻ കഴിയില്ല. ദൈവം തന്ന ആയുസ് തീർന്നു കഴിഞ്ഞാൽ ഒരാൾക്കും ഒരാളെ രക്ഷിക്കാനും കഴിയില്ല. ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഏറ്റവും അവസാനത്തെ ഒരു സംഭവമാണ് നിമിഷപ്രിയയുടെ സംഭവം. ഒന്ന് ആലോചിച്ച് നോക്കാം. ഇന്ന് ജൂലൈ 16 തീയതി, ഇന്നായിരുന്നു നിമിഷപ്രിയക്കെതിരെയുള്ള വധശിക്ഷ നടപ്പിലാക്കണമെന്ന് യമൻ കോടതി വിധിച്ചിട്ടുള്ള ആ വിധി നടപ്പിലാക്കേണ്ട ദിവസം. നിമിഷപ്രിയ രക്ഷപ്പെട്ട് ജീവിതത്തിലേക്ക് വരുമോ ഇല്ലെന്നൊന്നും നമുക്ക് ഇപ്പോഴും ഉറപ്പിച്ച് പറയാനാവില്ല. എന്നിരുന്നാലും ഒരാളുടെ ആയുസ് ഒരു ദിവസത്തേക്കെങ്കിലും നീട്ടിക്കിട്ടാൻ കാരണക്കാരാവുന്നത് ആരോ അവരാണ് ശരിക്കും ദൈവതുല്യര്, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കാം. ആ പെൺകുട്ടിക്ക് ആ രാജ്യത്തെ കോടതി വിധിച്ച ശിക്ഷ റദ്ദ് ചെയ്യിപ്പിച്ച് ആയുസിന്റെ ദിവസത്തിൽ ഒരു ദിവസമെങ്കിലും കൂട്ടിക്കിട്ടാൻ ആര് കാരണമാവുന്നോ അവരാണ് യഥാർത്ഥ ദൈവം. അതിന് ജാതി നോക്കണ്ട, രാഷ്ട്രീയം നോക്കണ്ട, സംഘടന നോക്കണ്ട, പ്രായം നോക്കണ്ട, ഒന്നും നോക്കണ്ട. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിമിഷപ്രിയ ചെയ്തതൊക്കെ ശരിയാണ് എന്നുള്ള അഭിപ്രായം ആർക്കുമില്ല. ആ ചെയ്ത കുറ്റം ഇന്ത്യയിലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർക്ക് വധശിക്ഷ തന്നെയായിരിക്കും വിധിച്ചിട്ടുണ്ടാവുക. എന്നിരുന്നാലും ഒരു മലയാളി എന്നുള്ള നിലക്കും നമ്മുടെ ഒരു സഹോദരി എന്നുള്ള നിലക്കും ഒരു പെണ്ണെന്നുള്ള നിലക്കും ഒക്കെ അങ്ങനെ ഒരു ശിക്ഷ നടപ്പിലാക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും സങ്കടമുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇത്തരം കാര്യങ്ങൾ രക്ഷപ്പെടുത്താനുള്ള എല്ലാ കാര്യങ്ങളും അണിയറയിൽ സജീവമായിട്ട് നടക്കുമ്പോഴും ഒന്നും ചെയ്യാതെ കഴിയൊഴിഞ്ഞിട്ട് ആരാന്റെ കുട്ടിയുടെ തന്തയാവാൻ നോക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. യമനിൽ തടവിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചു. വധശിക്ഷ ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാരും കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും എന്തായാലും നിമിഷപ്രിയ രക്ഷപ്പെട്ട് പുതിയ ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് ആശംസിക്കാം, എന്ന് പ്രാർത്ഥിക്കാം.